ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം ഞാനിങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിലും ഇതേ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വായിച്ച ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഇതിനെ അനേകർക്ക് പ്രയോജനവും ആത്മീയവർദ്ധനവും കാരണമാകത്തക്ക നിലയിൽ വ്യാഖ്യാനിപ്പാൻ അടിയന് കൃപ തരണമേ ദൈവമേ. അങ്ങയുടെ വചനം സന്തോഷത്തോടെ ആര് ധ്യാനിക്കുമോ, അതിനെ ഇഷ്ടപ്പെടുമോ, അവർക്ക് ദൈവിക സമാധാനമുണ്ട്. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കും. ഇല്ല വാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുമല്ലോ. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കർത്താവേ, ഈ ദൈവവചന ധ്യാനത്തിന് മുമ്പിൽ ഇതിനെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ യേശുവിൻ്റെ അടുക്കൽ വന്നു ചോദിച്ചതെന്തെന്നാൽ, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതി ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ച് സന്തതിയില്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ തന്നെ. 7 പേരും സന്തതിയില്ലാതെ മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും. 7 ഭാര്യ ആയിരുന്നുവല്ലോ. ഇതാണ് ചോദ്യം. യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് കർത്താവിനെ പരസ്യ സ്ഥലത്ത് അപമാനിക്കാനും പരിഹസിക്കാനും വേണ്ടി ആ കാലഘട്ടത്തിൽ സദൂക്യരും ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദന്മാരും വളരെയധികം ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരിക്കൽ കർത്താവിനോട് അവർ വന്ന് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. വിഹിതമാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, വിഹിതം അല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. കൊടുക്കാൻ വേണ്ടി വന്ന് ചോദിച്ചത്, കുരുക്കാനല്ല. കർത്താവ് മറുപടി പറഞ്ഞിട്ടെന്ന കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കാനുള്ള ഒരു ഇഷ്ടത്തിൽ നിന്നുള്ള ചോദ്യമല്ല. നമ്മെപ്പോഴും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടിയുള്ള ചോദ്യമാകാതിരിക്കുന്നത് നല്ലതാണ്. ഒരു അറിവിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. കർത്താവ് ആ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഈ നാണയത്തിലുള്ള മേലെഴുത്തും സ്വരൂപം ആരുടേത്? അത് കൈസറുടെ എന്ന് ജനം പറഞ്ഞു. യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്താട്ടെ. ഇത്തരത്തിൽ പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യർ വന്ന യേശുവിനെ ഒരു ചോദ്യവുമായി വന്ന് വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ മറുപടിയാണിത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കൽ വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. ഇതിൻ്റെ കർത്താവ് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും കൊടുക്കാനും മറ്റുള്ളവർക്ക് ആത്മീയ വർധനവിനോ ഉതകാത്ത നിലയിൽ അവരുടെ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന മേഖലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല? അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അത് ദൈവശക്തി, ദൈവവചനം. ഈ വചനത്തിൽ പറയുന്ന ഓർഡറിൽ തിരുവെഴുത്തുകളും ദൈവശക്തിയെയും നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. തെറ്റിപ്പോകാത്തൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, അടിമത്തത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് സ്വാതന്ത്ര്യമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, യേശു കർത്താവിലുള്ള പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും ജീവനോടുകൂടി ആനന്ദകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ യേശു കർത്താവ് നൽകിയ നല്ലൊരു ഉപദേശമാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയണം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഞാൻ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്തെ നിനക്കുള്ളതാകും. നീ സകലത്തിനും മീതെ
തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ മഹിമ? അവൻ എത്രമാത്രം ഉന്നതനാണെന്ന് വെളിപ്പെടുത്തുന്ന അനേക വചനങ്ങളിൽ ഒരു വചനമാണിപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ലോകത്തിൽ ശക്തി അളക്കുന്ന പല ഉപകരണങ്ങൾ, പല യൂണിറ്റുകളുമുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന് അപരിമിതമായ ശക്തിയുള്ള ദൈവമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. നാം ഈ കാണുന്ന സൃഷ്ടികളിൽ മൃഗങ്ങൾ, വലിയ വലിയ യന്ത്രങ്ങൾ, കരയിലൂടെയും കടലിലൂടെയും ആകാശത്തൂടെയൊക്കെ പോകുന്ന വ്യത്യസ്ത നിലവാരത്തിലുള്ള വാഹനങ്ങൾ, അതിനുള്ള ഉപയോഗിക്കുന്ന എൻജിൻ, അതിൻ്റെ പവർ, അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഇത്ര പരിധിക്ക് മീതെ ആ ശക്തിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത് വഹിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബൈബിൾ എവിടെയൊക്കെ പറയും അവിടെയെല്ലാം ആർക്കും കണക്കെടുക്കാൻ കഴിയാത്ത ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലും വേദപുസ്തകം പൗലോസിലൂടെ നമ്മെ അത് തന്നെ ബോധ്യപ്പെടുത്തുന്നത് തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് എഫെസോസുകാരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തെറ്റിപ്പോകാത്ത ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്ന 2 ഘടകങ്ങളെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു. 1, നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയണം. 2, അപരിമിതമായ ദൈവശക്തിയെക്കുറിച്ച് തിരിച്ചറിയണം. ആ ശക്തിയെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 4:7 പൗലോസ് പറഞ്ഞു, എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം നമുക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ മരണത്തോട് നിങ്ങൾ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ദൈവശക്തി തിരിച്ചറിയുവാൻ വേണ്ടി പൗലോസ് അവിടെ പറയുന്ന ചില സ്റ്റെപ്പുകളാണ്. 1, യേശുവിൻ്റെ മരണത്തോട് നാം അനുരൂപപ്പെടണം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനെ വ്യാപരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ മരണം എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നത് കൊണ്ട് ഞങ്ങളുമായി ഇടപഴകുന്നവരുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് വന്ന് കൂട്ടായ്മ ആചരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ജീവൻ വ്യാപരിപ്പാൻ കാരണം പ്രായോഗിക ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യേശു നിമിത്തം എപ്പോഴും ഞങ്ങൾ മരിക്കുന്നവരാണ്. പ്രതികരണത്തിൽ ഞങ്ങൾ മരിക്കുന്നവരാണ്. പാപത്തിന് ഞങ്ങൾ ദിനംതോറും മരിക്കുന്നവരാണ്. ലോകത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ദിനംതോറും യേശുവിൻ്റെ ജീവൻ ഞങ്ങൾ വഹിക്കേണ്ടതിന് കർത്താവിൻ്റെ മരണം എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നവരാണ്. 1, യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഒരിക്കലല്ല, എന്നും. ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്നത് എന്തോ അതിനെല്ലാം കർത്താവിനേക്കാൾ താഴെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അതാ പൗലോസ് പറയുന്നത്, ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതെന്ന് താൻ കണ്ടതിനെല്ലാം ചപ്പും ചവറെന്നും താൻ എണ്ണിയിരിക്കുന്നു. ആത്മീയമായി ഞാൻ ഒത്തിരി തികഞ്ഞുവോ എന്നുള്ള ചിന്ത. പൗലോസ് പറയുന്നത് എന്തെങ്കിലും എനിക്ക് ലഭിച്ചു എന്നല്ല, എനിക്കും കൂടെ പിടിക്കാമോ എന്ന് വെച്ച് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് അവിരുദിനായി ഞാൻ ആയാസപ്പെട്ട് മുന്നോട്ട് ഓടുകയാണ്. പിമ്പിലുള്ളതിനെ മറക്കണം, മുമ്പിലുള്ളതിനായി ആനെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടണം. നാം ജയിക്കുന്നവരായി തീരണം, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം, മറ്റുള്ളവർക്ക് നാം ഉത്സാഹികളായി തീരണം. അനന്തകരമായ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടണം. അതിനുവേണ്ടി 1, യേശു ക്രിസ്തുവിൽ ദൈവത്തിലുള്ള ആത്മശക്തിയെ നാം തിരിച്ചറിയണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യത്തിൽ വചനം പറയുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു അവരുടെ കണ്ണുകളെ തുറന്നു. 24:49 യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്നും അവരോട് പറഞ്ഞു.
ഒന്ന്, നമ്മുടെ ബുദ്ധിയെ ദൈവം തുറക്കുന്ന ദൈവമാണ്. എന്തിനു വേണ്ടി ബുദ്ധിയെ തുറക്കുക? തിരുവെഴുത്തുകളെ തിരിച്ചറിയുക. അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവമേ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ എൻ്റെ ബുദ്ധിയെ തുറക്കണമേ. അങ്ങിൽ അന്തർലീനമായിരിക്കുന്ന അപരിമിതമായ ദൈവശക്തിയെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ക്രിസ്തീയ ജീവിതം വീണുപോകാതെ, തെറ്റിപ്പോകാതെ, ആനന്ദകരമായി, ജയകരമായി, ഫലകരമായി അനേകർക്ക് പ്രയോജനമുള്ള ജീവിതം നയിക്കേണ്ടതിന് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും നാം തിരിച്ചറിയുന്നവരായിത്തീരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവമേ, ഈ ഒരു മേഖലയിൽ ദൈവം എന്നെ പുതുക്കണമേ. അപ്പോൾ തന്നെ നമുക്ക് ഹൃദയംഗമായി ദൈവസനെ നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. ഉയരത്തിലെ ശക്തി ധരിപ്പാൻ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിയെ ദൈവം തുറക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, എഫെസോസുകാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർക്കേണ്ടതിന്, ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതിനായി എന്നിൽ ബലത്തോടെ ആവരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. നാം ആഗ്രഹിച്ചാൽ മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്താൻ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയുണ്ടെങ്കിൽ, പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നത്, ഞാൻ അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്നിൽ ബലത്തോടെ ആവരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിനായി, ഫലകരമായ ക്രിസ്ത്യ ജീവിതത്തിനായി, അനേകർക്ക് ആത്മീയ വർദ്ധനവിന് ഉത്സാഹത്തിനുള്ള ക്രിസ്ത്യ ജീവിതത്തിനായി ദൈവമേ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അകങ്കണ്ണുകളെ ദൈവം തുറക്കണമേ. ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ അനേകർക്ക് ഈ സന്ദേശം പ്രയോജനമായി തീരേണ്ടതിന് ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആത്മീയ മാർമീയ കലവറകൾ മനസ്സിലാകേണ്ടതിന് യേശുവേ, ബുദ്ധിയെ അങ്ങ് തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മരണത്തോടെ രൂപപ്പെടുവാൻ, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, ഞങ്ങൾക്കുള്ളതെല്ലാം ചപ്പും ചവർന്നു എണ്ണുവാൻ, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ക്രിസ്തുയേശുവിൽ അങ്ങയുടെ പരമവിളിയുടെ ലക്കിലേക്ക് ഉത്സാഹത്തോടെ ഓടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നൂറുമേനിയായി അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് ഉത്സാഹമുള്ള സന്ദേശമാക്കി അങ്ങ് തീർക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.